കെ.എസ്.ആർ.ടി.സിയിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതും ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്ത് നടന്ന തട്ടിപ്പുകളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നത്. നിലവിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ വാങ്ങിയതിൽ കോടികളുടെ ഒരു വമ്പൻ തട്ടിപ്പ് നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഒരേ ദിവസം ഒരേ മോഡൽ ബസ്സുകൾ കെ.എസ്.ആർ.ടി.സി വാങ്ങിയത് പല വിലയ്ക്കാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം നമ്മൾ ഒരേ കമ്പനിയുടെ ഒരേ മോഡലിലെ വാഹനങ്ങൾ വാങ്ങുമ്പോൾ അതിലെന്തായാലും സെയിം വിലയായിരിക്കും. ആ വിലയിൽ ഒരു തരത്തിലുമുള്ള ഒരു മാറ്റം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഒരേ മോഡലുള്ള വാഹനം ഒരു 10-20 വാങ്ങുമ്പോൾ ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും. അത് കെ.എസ്.ആർ.ടി.സിക്ക് ലഭിച്ചിട്ടുണ്ടാകും. പക്ഷെ പലതരത്തിലുള്ള വിലകൾ വന്നത് ഒരു അഴിമതി, വൻപൻ അഴിമതി കെ.എസ്.ആർ.ടി.സിയിൽ നടന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കെ.എസ്.ആർ.ടി.സിയുടെ വിജിലൻസ് ടീം ഇതിലൊരു അന്വേഷണം നടക്കാനുള്ള ഒരു സാധ്യത, അതിലേക്ക് ഒരു ഉത്തരവിടാൻ ഇപ്പോൾ CP ജോൺ ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വൻ ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ യാതൊരുവിധ അന്വേഷണമോ ഓഡിറ്റോ നടന്നിട്ടില്ല. ടാറ്റയുടെ 181 ബസ്സുകൾ വാങ്ങിയതിലെ കണക്കുകളാണ് പൊരുത്തക്കേടുകൾ ഉണ്ടായത്. 2025 നവംബർ 21 കെ.എസ്.ആർ.ടി.സി 29,82,015 രൂപയ്ക്ക് 8 ബസ്സുകൾ വാങ്ങിയിരുന്നു. അന്ന് തന്നെ ഈ മോഡലിലെ 5 ബസ്സുകൾ 27,74,593 വില കുറവിലും വാങ്ങി. ഉയർന്ന വിലയ്ക്ക് ബസ്സുകൾ വാങ്ങിയതിലൂടെ 16 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് കെ.എസ്.ആർ.ടി.സിയിൽ നടന്നത്. മോഡൽ 1, ഡീസൽ 1, പക്ഷേ വില മാത്രം 2 തരം. ഇത്തരത്തിൽ കണക്കുകളിലെ കള്ളക്കളികൾ ഇനിയുമുണ്ട്. 2025 നവംബറിലും ഡിസംബറിലും ഇതേ രീതിയിൽ സമാനമായ ഒരു തട്ടിപ്പ് കെ.എസ്.ആർ.ടി.സിയിൽ നടന്നു. 8 ബസ്സുകൾ വില കുറച്ച് വാങ്ങി. 16 ബസ്സുകൾ 2-3 ലക്ഷം രൂപ അധികം നൽകിയാണ് വാങ്ങിയിരിക്കുന്നത്. ഡിസംബർ 13 ഒരേ മോഡൽ ബസ്സുകൾ 27 ലക്ഷത്തിനും 30 ലക്ഷത്തിനും വാങ്ങിയിട്ടുണ്ട്. 2026 ഫെബ്രുവരി വരെ നടത്തിയ പർച്ചേസിൽ ഇത്തരം ക്രമക്കേടുകൾ നിരന്തരം ദൃശ്യമാണ്. കെ.എസ്.ആർ.ടി.സി ബസ്സുകളുടെ പർച്ചേസിൽ വലിയ തോതിൽ അഴിമതികൾ നടന്നിട്ടും വലിയ രീതിയിലുള്ള പരാതികളും ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഇതൊന്നും തന്നെ കെ.എസ്.ആർ.ടി.സിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ അന്വേഷണമൊന്നും ഇതുവരെയായിട്ട് നടക്കുകയോ അതിന്റെ ഉത്തരവൊന്നും തന്നെ ഇറങ്ങിയിട്ടില്ല. 27,84,593 രൂപയ്ക്ക് വാങ്ങിയത് 14 ബസ്സുകളാണ്. 27,96,718 രൂപയ്ക്ക് വാങ്ങിയത് 30 ബസ്സുകൾ. 29,82,016 രൂപയ്ക്ക് വാങ്ങിയത് 54 ബസ്സുകൾ. 31 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് 83 ബസ്സുകളാണ്. മൊത്തം 181 ബസ്സുകളും കൂടി ചേർത്ത് ഏകദേശം 4 കോടി രൂപയ്ക്ക് മുകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പുറത്തു വന്ന ഓരോ തുക, അതായത് ഓരോ ബസ്സിന്റെയും തുകകൾ എന്ന് പറയുന്നത് ഒരു എസ്റ്റിമേറ്റ് തുകയാണ്. കറക്റ്റ് തുക എത്ര തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നത് കെ.എസ്.ആർ.ടി.സിയിൽ ഒരു വിശദമായ ഒരു ഓഡിറ്റ് നടത്തിയാൽ മാത്രമേ ഈ ബസ്സുകൾ വാങ്ങിയതിലെ ക്രമക്കേടുകൾ പുറത്തറിയാൻ സാധിക്കുകയുള്ളൂ. ഈ മോഡൽ ബസ്സുകൾക്ക് 29 ലക്ഷം രൂപയാണ് ഓൺലൈനിൽ കാണിക്കുന്ന വില. കെ.എസ്.ആർ.ടി.സി പോലെ വലിയ പർച്ചേസ് നടത്തുന്നവർക്ക് വലിയ രീതിയിലുള്ള ഇളവ് ഉണ്ടാവും. കാരണം ബൾക്കായിട്ടായിരിക്കും കെ.എസ്.ആർ.ടി.സി പോലുള്ള ഈ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബസ്സുകൾ വാങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു ഡിസ്കൗണ്ട് ഇതിലുണ്ടാക്കും. എന്നാൽ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല എന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഇതിൽ ഒരു കാര്യം ഉറപ്പായിരിക്കും, കെ.എസ്.ആർ.ടി.സി ഒരു 10-20 ബസ് ഒന്നിച്ച് വാങ്ങിയപ്പോൾ അവർക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഈ ഡിസ്കൗണ്ട് കെ.എസ്.ആർ.ടി.സിയുടെ വിവര പട്ടികയിലോ അല്ലെങ്കിൽ കെ.എസ്.ആർ.ടി.സിക്ക് കമ്പനി കൊടുത്ത യഥാർത്ഥ വില പട്ടികയിലൊന്നും തന്നെ ഇത് കാണിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട ഈ വില അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു 10 ബസ് വാങ്ങുമ്പോൾ അതിന് വില സാധാരണ ഒരു ബസ്സിന് 5 രൂപയാണെങ്കിൽ എല്ലാം കൂടെ വരുമ്പോൾ ഏകദേശം ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 35 ലക്ഷമാണ് ഈ ബസ് ഇറക്കാൻ വിപണിയിൽ നിന്നും ബസ് കെ.എസ്.ആർ.ടി.സിക്ക് കമ്പനി നൽകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഇതിൽ ഡിസ്കൗണ്ട് ഇടും. ഡിസ്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ 30 ലക്ഷം, ടോട്ടൽ വില 30 ലക്ഷമാണെങ്കിൽ അവർ എല്ലാം കൂടെ ഒരു 25 ലക്ഷം രൂപയ്ക്ക് തന്നാൽ മതി എന്ന് ഈ ടാറ്റയുടെ കമ്പനി പറയുമ്പോഴത്തേക്ക് ഇതിൽ കെ.എസ്.ആർ.ടി.സിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ബാക്കി ഒരു 5 ലക്ഷം രൂപ ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാകാം, അവർ അടിച്ചു മാറ്റിയിട്ടുണ്ടാകാം. എന്നിട്ട് ബാക്കി 30 ലക്ഷം രൂപ ഇട്ടുകൊണ്ട് കമ്പനിയുടെ ഒറിജിനൽ വിലയും അതിന്റെ എഗ്രിമെന്റുകളും ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നിലവിൽ കണക്കുകൾ പ്രകാരം ഏകദേശം 4 കോടി രൂപയുടെ ക്രമക്കേട് ഈ പർച്ചേസിൽ നടന്നിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് കെ.എസ്.ആർ.ടി.സി ഇനി 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സൗജന്യമായി സ്ത്രീകൾക്ക് യാത്ര നൽകുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇത്രയും ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കെ.എസ്.ആർ.ടി.സിയിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അവർക്കൊരു ബാധ്യതയായി വരുന്നു. ഇപ്പോൾ ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമാണ് സൗജന്യ യാത്ര എന്ന് പറയുന്നു. അത് കെ.എസ്.ആർ.ടി.സിക്ക് എങ്ങനെ താങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ ഗതാഗത മന്ത്രി CP ജോണിന്റെ വാർത്താ സമ്മേളനം ഇന്ന് നടക്കുമ്പോൾ ഈ ഒരു അഴിമതിയിൽ ഒരു അന്വേഷണം അദ്ദേഹം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അദ്ദേഹം
അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് അതീവ നിർണായകമായിരിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ പ്രതിമാസം 100 കോടി രൂപയുടെ അധിക ബാധ്യത KSRTCക്ക് ഉണ്ടാകാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പണം ചോർച്ച വലിയ ചർച്ചയാണ്. സർക്കാർ KSRTCക്ക് പണമൊക്കെ നൽകും എന്ന് പറയുമെങ്കിലും അത് എത്ര കാലം, എത്ര ദിവസം അങ്ങനെ നിലനിൽക്കും എന്ന കാര്യത്തിലും ഒരു സംശയമുണ്ട്.